കവിത്വത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. വാസവൻ വരുണിനോട് ചോദിക്കുകയാണ്, നീയാണെങ്കിൽ വിക്രത്തിനോടുള്ള പക കൊണ്ടാണോ വേദയുടെ അനിയത്തിയെ തിരഞ്ഞെടുത്തത്, അതോ നീ അവളും തമ്മിലുള്ള ഇഷ്ടം ഉള്ളത് തന്നെയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പം വരുൺ പറയാണ്, അച്ഛാ, ഇപ്പോൾ എൻ്റെ മനസ്സിൽ ആരോടും ഒരു പകയില്ല. എനിക്കിനി എങ്കിലും നന്നായി ജീവിക്കണം. ഞാൻ ചെയ്ത പാപം പൂർണ്ണമായി ഇല്ലാതാവത്തില്ല, എന്നാലും എല്ലാവരോടും ക്ഷമയും ചോദിച്ച് തന്നെ എൻ്റെ പുതിയ ജീവിതം തുടങ്ങണം എന്നാണ് എൻ്റെ ആഗ്രഹം എന്ന് വരുൺ പറയാണ്. അച്ഛന് പറ്റുമെങ്കിൽ ഞങ്ങളുടെ ബന്ധത്തെ അനുകൂലിക്കുക, എന്നിട്ട് ഞങ്ങൾ തമ്മിലുള്ള വിവാഹം നടത്തി തരിക. എല്ലാവരും എന്നെ സംശയിക്കുന്നുണ്ട്. എനിക്ക് വിക്രം ചേട്ടനോടുള്ള പക കൊണ്ടാണ് ഞാനിതെല്ലാം ചെയ്യുന്നതെന്നാണ് എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്. ദീപ്തിയുടെ വീട്ടുകാരും അങ്ങനെ തന്നെയാണ് വിചാരിച്ചേക്കുന്നത്. അതിന് ഞാൻ ആരെയും തെറ്റ് പറയുന്നില്ല. പക്ഷേ ഞാനും ദീപ്തിയും തമ്മിലുള്ള ഇഷ്ടം ആത്മാർത്ഥമായിട്ട് തന്നെയാണെന്ന് വരുൺ പറയുകയാണ്. അപ്പോൾ വാസവൻ പറയുന്നത്, നീ അങ്ങനൊരു ജീവിതം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും ഞാനത് തടസ്സമായി നിൽക്കത്തില്ല. കാരണം നിനക്ക് നല്ലൊരു ജീവിതം കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമുള്ള ഞാൻ ഇപ്പോൾ എന്താണ് വേണ്ടുന്നത് എന്ന് വാസവൻ ചോദിക്കണം. അപ്പം വരുൺ പറയണം, അച്ഛാ, ദീപ്തിയുടെ അച്ഛനുമായിട്ട് ഒന്ന് സംസാരിക്കണം. കാര്യം സീരിയസ് ആയിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഒന്ന് പറയാമോ? ദീപ്തിയുടെ അച്ഛനുമായിട്ടൊന്ന് സംസാരിക്കാമോ എന്ന് വരുൺ ചോദിക്കുകയാണ്. അപ്പം വാസവൻ പറയാണ്, ഞാൻ സംസാരിക്കാം, പക്ഷേ അവരുടെ പ്രതികരണം എങ്ങനെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റത്തില്ല. കാരണം നിൻ്റെ പാസ്റ്റ് അത്ര നല്ലതല്ലല്ലോ. അതുകൊണ്ട് തന്നെ അവർ എങ്ങനെ പ്രതികരിച്ചാലും നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല എന്ന് വാസവൻ പറയുകയാണ്. ഞാൻ ശ്രീകാന്തിനോടും കാര്യം പറയുന്നുണ്ട്. അവൻ ഇടയ്ക്ക് എന്നെ കാണാൻ വരാറുണ്ട്. അവനോട് ഞാൻ കാര്യം പറയാം എന്ന് വാസവൻ പറയുന്നുണ്ട്. വാസവനാണെങ്കിൽ പിന്നീട് ഇരുന്ന് ആലോചിക്കുകയാണ്. അപ്പോഴത്തേക്ക് വരുണിൻ്റെ അമ്മ വന്നിട്ട് പറയാണ്, നിങ്ങൾ എന്തിനെങ്ങനെ എപ്പോഴും ആലോചിക്കുന്നത്? അവന് നല്ലൊരു ജീവിതം കിട്ടുന്നെങ്കിൽ കിട്ടട്ടെ, നിങ്ങളൊരു തടസ്സമായി നിൽക്കല്ലേ. വേദയും പറയുന്നതാണ്, ഇവൻ വിക്രത്തിനോടുള്ള ദേഷ്യം കൊണ്ടാണ് വേദയുടെ അനിയത്തിയെ തിരഞ്ഞെടുത്തതെന്നാണ് വേദയും വിചാരിച്ചത്. അങ്ങനെ തന്നെയാണ് ആ കുട്ടി ഇവിടെ വന്നത്. പക്ഷേ ഇവിടെ വന്ന് ഇവനോട്ട് സംസാരിച്ചപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ആദ്യം ഞാനും വിചാരിച്ചത് ഇവൻ മനഃപൂർവ്വം ആ കുട്ടിയെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്ന്. അങ്ങനെയാണല്ലോ ഇവൻ്റെ പഴയകാല കഥകൾ. അതുകൊണ്ട് ഞാനും അവനെ തെറ്റിദ്ധരിച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് തോന്നുന്നു അവൻ നന്നാവാൻ തന്നെ ശ്രമിക്കുകയാണെന്ന്. അതുകൊണ്ട് തന്നെ നിങ്ങളതിനെ ഇടങ്കോലിട്ട് നിൽക്കല്ലേ എന്ന് വരുണിൻ്റെ അമ്മ വാസവനോട് പറയുകയാണ്. വാസവൻ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് വാസവനാണെങ്കിൽ ശങ്കരനാരായണനെ വിളിക്കുന്നുണ്ട്. അപ്പം ശങ്കരനാരായണൻ്റെ അടുത്ത് പറയണത്, ഞാൻ വാസവനാണ്, മനസ്സിലായോ? മനസ്സിലായി. എന്നെ എന്തിനാണ് വിളിച്ചത്? അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ട്, അതിനു വേണ്ടിയാണ് വിളിച്ചത്. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് എന്നോട് എന്ത് കാര്യമാണ് പറയാനുള്ളത് എന്ന് ചോദിക്കണം. അപ്പോൾ വാസവൻ പറയാണ്, അത് എൻ്റെ മോനും സാറിൻ്റെ മകൾ ദീപ്തിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് അറിയാൻ കഴിഞ്ഞു. അപ്പം അതിനെക്കുറിച്ച് സംസാരിക്കാനാണെന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണൻ പറയാണ്, അതിനെക്കുറിച്ച് എന്ത് സംസാരിക്കാനാ? അതിന് ഞാനും അറിഞ്ഞ കാര്യമാണ്. പക്ഷേ ഞങ്ങൾക്ക് ആ ബന്ധത്തിനോട് താല്പര്യമില്ല. കാരണം വരുണിൻ്റെ സ്വഭാവം ഞങ്ങൾ പറയാതെ തന്നെ നിങ്ങൾക്ക് നല്ലതാണോ അറിയാലോ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. അപ്പോൾ വാസവൻ പറയാണ്, അതൊക്കെ ശരി തന്നെ, പക്ഷേ ഇപ്പോൾ അവന് നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ അവൻ അവിടുത്തെ കുട്ടികളുടെ ജീവിക്കാൻ താല്പര്യമുണ്ടെന്നാണ് എന്നോട് അറിയിച്ചത്. അതുകൊണ്ട് ഞാൻ അവനോട് വാക്ക് കൊടുത്ത് നിങ്ങളുമായിട്ട് സംസാരിക്കാമെന്ന്. അതുകൊണ്ടാണ് വിളിച്ചത്. ഒന്ന് കാണാൻ പറ്റുമോ? കണ്ട് നേരിട്ട് സംസാരിക്കാം എന്ന് പറയാണ്. അപ്പോൾ ശങ്കരനാരായണ ഒന്ന് ആലോചിച്ചിട്ട് പറയണം, ശരി, കാണാം എന്ന് പറയാണ്. അങ്ങനെ അവർ രണ്ടുപേരും ഒരിടത്ത് വെച്ച് കാണുന്നുണ്ട്. അപ്പം വാസവൻ പറയാണ്, ഞാൻ എന്തിനാണ് സാറിനെ കാണണമെന്ന് പറഞ്ഞ കാര്യം മനസ്സിലായോ എന്ന് ചോദിക്കുകയാണ്. അപ്പം മനസ്സിലായി. എൻ്റെ മോനും സാറിൻ്റെ മോളും തമ്മിൽ ഇഷ്ടത്തിലാണെന്നാണ് ഞാൻ അറിയാൻ കഴിഞ്ഞത്. അവർ തമ്മിലുള്ള ബന്ധം നമുക്ക് നടത്തി കൊടുത്തൂടെ എന്ന് വാസവൻ ചോദിക്കുകയാണ്. അപ്പം ശങ്കരനാരായണൻ പറയാണ്, എൻ്റെ മോക്കൊരു ഇഷ്ടമുണ്ടെന്നും പറഞ്ഞ് എനിക്കത് നടത്തി കൊടുക്കണമെന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോൾ വാസവൻ പറയാണ്, ഒരിക്കലും ഞാൻ നടത്തി കൊടുക്കണമെന്ന് പറയത്തില്ല. പക്ഷേ നമ്മളെടുക്കുന്ന തീരുമാനം പോലെ ആയിരിക്കണമെന്നില്ല അവരെടുക്കുന്ന തീരുമാനം. ചിലപ്പോൾ അവർ രണ്ടുപേരും സ്വയമേ തീരുമാനം എടുത്താലോ? അപ്പോൾ ശങ്കരനാരായണൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ മോന് അങ്ങനെ ഒരു ആലോചന കിട്ടുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ കാര്യം തന്നെയാണ്. കാരണം എൻ്റെ മോൻ്റെ സ്വഭാവം അത്ര നല്ലതൊന്നുമല്ലെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം എന്ന് വാസവൻ പറയാണ്. അതുകൊണ്ട് തന്നെ സാറിൻ്റെ തീരുമാനത്തിന് ഞങ്ങൾ വിട്ടു തന്നിരിക്കുകയാണ്. സാർ എന്ത് തീരുമാനിച്ചാലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ ഞാൻ അവനോട് വാക്ക് കൊടുത്തു, സാറിനുമായിട്ടൊന്ന് സംസാരിച്ച് ഇതിനെക്കുറിച്ച് സംസാരിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഒന്ന് വന്ന് കാണാമെന്ന് വിചാരിച്ചത്. സാറൊന്ന് ആലോചിച്ച് നോക്കൂ. അവർ തമ്മിൽ ഇഷ്ടത്തിലാണെങ്കിൽ നന്നായിട്ട് ജീവിക്കട്ടെ. അവൻ്റെ പഴയകാല കഥകളൊന്നും നല്ലതല്ല, അത് സമ്മതിച്ച്. അവനത് തെറ്റ് തിരുത്തി നന്നായിട്ട് ജീവിക്കാനും തയ്യാറാണ്. മാത്രമല്ല ദീപ്തിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ദീപ്തിയാണെങ്കിൽ അറിഞ്ഞുകൊണ്ടാണ് അവൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അവളെ പറ്റിച്ചോ അവളോട് കള്ളം പറഞ്ഞല്ല എൻ്റെ മോൻ അവളെ ഇഷ്ടപ്പെട്ടതെന്ന് വാസവൻ പറയാണ്. മാത്രമല്ല സാറിൻ്റെ മൂത്ത മോൾ വേദയാണെങ്കിൽ ഇതേ ആവശ്യമായിട്ട് വീട്ടിലേക്ക് വന്നപ്പം അവിടെ വെച്ചും എൻ്റെ മോൻ വിക്രമനോടുള്ള ദേഷ്യം കൊണ്ട് ദീപ്തിയെ ചതിക്കുകയാണെന്നാണ് വേദ പറഞ്ഞത്. ഞാൻ ആ കുട്ടിയും കുറ്റം പറയുന്നില്ല. അപ്പോൾ ശങ്കരനാരായണൻ ചോദിക്കണം, വേദ വന്ന വീട്ടിൽ ആ കുട്ടിയും വന്നത് എൻ്റെ മോൻ ചതിക്കുകയാണ്,
മനിയത്തിയെ വെറുതെ വിടണം എന്ന് പറയാനാണ് വീട്ടിലേക്ക് വന്നത്. പക്ഷേ അവനോട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ മനസ്സിലായി അവൻ ദീപ്തിയെ ചതിക്കുകയല്ല എന്ന് വേദയ്ക്ക് മനസ്സിലായെന്ന് വാസവൻ പറയുകയാണ്. ഇതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായോ എന്ന് ശങ്കരനാരായണൻ ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, സാർ ഈ ബന്ധത്തിന് സമ്മതിക്കണം, സാർ ആലോചിച്ചിട്ട് വിളിച്ച് പറഞ്ഞാൽ മതി എന്നും പറഞ്ഞ് വാസവൻ അങ്ങ് പോവുകയാണ്. അപ്പോൾ ശങ്കരനാരായണൻ അവിടെ നിന്ന് ആലോചിക്കുന്നുണ്ട്. വാസവൻ എന്നിട്ട് നേരെ കാണാൻ പോകുന്നത് ശ്രീകാന്തിനെയാണ്. ശ്രീകാന്തിനെ കണ്ടും ഈ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്തിനാണെങ്കിൽ ഇഷ്ടമല്ല, ദേഷ്യമാണ്. എന്നാലും ശ്രീകാന്ത് അഭിനയിക്കുകയാണ്. ഞാൻ അച്ഛനോട് പറയാം സാറേ, വരുണിന് ഇപ്പം മാറ്റമുണ്ടല്ലോ, വരുണിപ്പം നല്ല രീതിയിലൊക്കെയാണല്ലോ ചിന്തിക്കുന്നത് നടക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തമ്മിലുള്ളൊരു ബന്ധം ഉണ്ടാകുവാണെങ്കിൽ അത് നല്ലതാണ്. നമുക്കുള്ള മുന്നോട്ടുള്ള വഴിയിൽ നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ എല്ലാ മേഖലയിലും ഗുണം ചെയ്യും എന്നൊക്കെ ശ്രീകാന്ത് പറയുന്നുണ്ട്. പക്ഷേ ശ്രീകാന്തിൻ്റെ മനസ്സിലാണെങ്കിൽ വാസനോട് ദേഷ്യമുണ്ട്. ശ്രീകാന്തിൻ്റെ മനസ്സിൽ വേറെ പ്ലാനാണ്. പക്ഷേ വാസവനെ അനുകൂലിച്ചാണ് ശ്രീകാന്ത് അങ്ങ് പറയുന്നത്. അപ്പം വാസവൻ അങ്ങ് പോയി കഴിയുമ്പം വർഷയുടെ അച്ഛനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ശ്രീകാന്ത്. അപ്പം വർഷയുടെ അച്ഛൻ പറയാണ്, നീയാണെങ്കിൽ വാസവൻ്റെ കൂടെ തന്നെ നിന്നോ, എന്നിട്ട് ശങ്കരൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുക, ഈ കല്യാണം നടക്കട്ടെ. ഈ കല്യാണം നടക്കാറാവുമ്പോഴത്തേക്ക് അവൻ താലി കെട്ടുന്നതിന് മുമ്പ് അവനെ നമ്മൾ കൊല്ലും. അത് നമ്മൾ വിക്രത്തിൻ്റെ തലയിൽ ഇടുകയും ചെയ്യും. അതോടെ നിനക്ക് 2 ശല്യങ്ങൾ ഒഴിഞ്ഞു കിട്ടും. വിക്രത്തിൻ്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും, ഈ വരുണിൻ്റെ ശല്യം ഒഴിഞ്ഞു കിട്ടും. അതുകൊണ്ട് നീ പേടിക്കണ്ട, നീ ഇത് നിൻ്റെ അച്ഛനോട് പറഞ്ഞ് മുന്നോട്ട് പൊക്കോ, കൂടെ ഞാനുണ്ട് എന്ന് ഹർഷയുടെ അച്ഛൻ ശ്രീകാന്തിനോട് പറയണം. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞു ശരി അച്ഛാ എന്ന് പറഞ്ഞ് ഫോൺ വിളിച്ചിട്ട് നിന്ന് ആലോചിക്കുകയാണ്. ഈ സമയത്താണെങ്കിൽ ശങ്കരനാണെങ്കിൽ വീട്ടിൽ വന്നിട്ട് പത്മടുത്ത് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. വാസവൻ എന്നെ വന്ന് കണ്ടായിരുന്നു, അവൻ്റെ മോന് വേണ്ടി എൻ്റെ ദീപ്തിയെ കല്യാണം ആലോചിച്ച് അവൻ ഇപ്പോൾ സ്വഭാവമൊക്കെ മാറ്റി നല്ല രീതിയിൽ പോകുന്നതെന്ന് അയാൾ എന്നോട് പറഞ്ഞത്. പക്ഷേ നമുക്ക് വിശ്വസിക്കാവോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ പത്മ പറയാണ്, എന്തായാലും ഇതിൻ്റെ പുറകിൽ വിക്രമല്ല, വിക്രം സ്വാമിയാണ്. ഒരിക്കലും അവൻ കള്ളം പറയത്തില്ല, എൻ്റെ മുന്നേ സത്യം ചെയ്ത കാര്യമാണ്. അതുകൊണ്ട് വിക്രമൊന്നും ഇതിൻ്റെ പുറകിലില്ല, ഇതൊരു ഗൂഢാലോചനയൊന്നും അല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ശങ്കരേട്ടനെ എന്താ തോന്നുന്നത് അതുപോലെ എന്ന് പറയാണ്. അപ്പം ശങ്കരൻ പറയാണ്, അയാളെന്നെ ഭീഷണിപ്പെടുത്തിയോ ഒന്നുമില്ല, പക്ഷേ അയാൾ പറഞ്ഞതാണ് നമ്മൾ അവരെ എതിർത്താലും ചിലപ്പോൾ അവർ പോയി കല്യാണം കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും, വീണ്ടും ഒരു മാനക്കേട് ഉണ്ടാവുകയില്ലേ ചെയ്യുന്നത്. അപ്പം പത്മ പറയാണ്, അത് ശരിയാ ശങ്കരേട്ട, നമുക്ക് വീണ്ടും ഒരു നാണക്കേട് കൊണ്ടുണ്ടാവും. അപ്പം നമുക്ക് ആ ബന്ധത്തെ അനുകൂലിച്ചാൽ വലിയ നാണക്കേടില്ലാതെ പോകാം എന്ന് പത്മ പറയാണ്. അപ്പോൾ ശങ്കരൻ ഇങ്ങനെ ഒന്നും മിണ്ടാതിരിക്കുകയാണ്. എൻ്റെ 2 മക്കളും ഇങ്ങനെ ആയിപ്പോയല്ലോ പത്മം എന്ന് പറയുകയാണ്. ശങ്കരേട്ടൻ അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, അതൊക്കെ അങ്ങ് ശരിയായിക്കോളും എന്ന് പറയണം. അങ്ങനെ രാത്രി മൊത്തം ഇരുന്ന് ശങ്കരൻ ആലോചിക്കുകയാണ്. രാത്രിയിലാണെങ്കിൽ ശ്രീകാന്ത് വന്നിട്ട് പറയാണ്, അച്ഛാ ഇന്ന് തന്നെ ആ വാസവൻ കാണാൻ വന്നു. എന്തിനാ കാണാൻ വന്നത്? അത് നമ്മുടെ ദീപ്തിയെ അയാളുടെ മോനെ കൊണ്ട് കിട്ടിക്കാവോ എന്ന് ചോദിച്ചുകൊണ്ടാണ് വന്നത്. നീ എന്താ പറഞ്ഞത്? ഞാനൊന്നും പറഞ്ഞില്ല, അച്ഛനോട് കാര്യം പറയാമെന്നാണ് പറഞ്ഞത്. ഞാനെന്ത് പറയാനാ? പിന്നെ അയാൾ പറയുന്നത് ഇപ്പോൾ അയാളുടെ മോന് നല്ല മാറ്റമുണ്ട്, നല്ല സ്വഭാവത്തിലേക്ക് മുന്നോട്ട് പോകുന്നുണ്ട്, അത് ദീപ്തി കാരണമാണ്, അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒരുമിക്കട്ടെ എന്നാണ് അയാൾ പറയുന്നത്. എന്നെയും കാണാൻ വന്നു, എന്നോട് ഇതൊക്കെ തന്നെയാണ് പറയുന്നത്. നീ എന്നിട്ട് എന്താ പറയുന്നുണ്ട്? അച്ഛൻ നമ്മൾ ഇനി എതിർത്ത് നിന്നിട്ടും അവർ തമ്മിൽ കല്യാണം കഴിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും? വീണ്ടും ഒരു നാണക്കേടുമാണ്. പിന്നെ അതുകൊണ്ട് നമ്മൾ എതിർക്കുന്നതിൽ വലിയ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാണ്. പിന്നെ എല്ലാം അച്ഛൻ്റെ ഇഷ്ടം, അച്ഛൻ എന്ത് ചെയ്താലും ഞാൻ അച്ഛൻ്റെ കൂടെ ഉണ്ടെന്ന് പറഞ്ഞ് ശ്രീകാന്ത് അങ്ങ് പോവുകയാണ്. അങ്ങനെ ശങ്കരൻ ഇരുന്ന് ആലോചിക്കുകയാണ്. പിറ്റേന്ന് രാവിലെ ആണെങ്കിൽ ദീപ്തി ആണെങ്കിൽ പുറത്തേക്ക് പോകാൻ ഇറങ്ങി വരുമ്പോഴത്തേക്ക് ശങ്കരൻ വിളിക്കുകയാണ്, ദീപ്തി എന്താ അച്ഛാ, ഞാനൊരു കാര്യം നിന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആ വരുണുമായിട്ടുള്ള ബന്ധം അവസാനിപ്പിക്കണമെന്ന്. അപ്പം ദീപ്തി പറയാണ്, ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടല്ലോ, വരുണുമായിട്ടൊരു ബന്ധത്തിന് അവസാനിപ്പിക്കാൻ എനിക്ക് കഴിയത്തില്ല. പിന്നെ ഞങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിക്കാൻ തന്നെ തീരുമാനിച്ചതാണ്. ഇനി ആര് പറഞ്ഞാലും എനിക്കതിനൊരു മാറ്റമില്ലെന്ന് പറയുകയാണ്. ഇന്നലെയാണെങ്കിൽ വരുണിൻ്റെ അച്ഛൻ എന്നെ കാണാൻ വന്നു എന്ന് ശങ്കരൻ പറയാണ്. വരുണിൻ്റെ അച്ഛൻ കാണാൻ വന്നോ? കാണാൻ വന്നു. എന്തിനാ കാണാൻ വന്നതെന്ന് ദീപ്തി ചോദിക്കുകയാണ്. അത് നിങ്ങളുടെ 2രുടെയും വിവാഹം ആലോചിക്കാനാണ് വന്നത് എന്ന് പറയാണ്. അപ്പോൾ ദീപ്തി ഒന്നും മിണ്ടാതെ കുനിഞ്ഞിരിക്കുകയാണ്. അപ്പം കാര്യങ്ങളൊക്കെ ഇത്രയായ സ്ഥിതിക്ക് ഞാൻ ഇനി ഇത് എതിർക്കുന്നില്ല, നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറയണം. അപ്പം ദീപ്തി ഒന്ന് ഞെട്ടുവാണ്. എന്താ വെച്ചാൽ പറഞ്ഞാൽ മനസ്സിലായില്ലേ, നിൻ്റെ ഇഷ്ടം എന്താണോ അതുപോലെ നടക്കട്ടെ, നിനക്ക് വരുണിനെ വിവാഹം കഴിച്ചാൽ സന്തോഷമുണ്ടാകത്തോളെങ്കിൽ അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുകയാണ്. കേട്ടപ്പോഴത്തേക്ക് ദീപ്തി ഭയങ്കര സന്തോഷമാണ്. ദീപ്തി ആണെങ്കിൽ ശങ്കരനെ ഇങ്ങനെ സ്നേഹത്തോടെ നോക്കുകയാണ്. എന്നിട്ട് പത്മത്തെ കയറി കെട്ടിപ്പിടിക്കുകയാണ്. എൻ്റെ ദീപ്തി കരഞ്ഞോട് പറയുന്നത്, അച്ഛൻ അമ്മേ നിങ്ങളെ ഒരിക്കലും വിഷമിപ്പിക്കണമെന്ന് എനിക്കൊരു ചിന്തയില്ലായിരുന്നു, എനിക്ക് വരുണിനെ ഇഷ്ടമായതുകൊണ്ട് ഞങ്ങൾക്ക് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചു, അത്രയേ ഉള്ളെന്ന് പറയാണ്. അപ്പോൾ പത്മ പറയാണ്, അതൊക്കെ എന്തായാലും കഴിഞ്ഞ കാര്യമല്ലേ, ഇനി നീ സന്തോഷമായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ദീപ്തിക്കൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന വിശേഷം. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ സപ്പോർട്ട് ചെയ്യണേ.